സെന്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. വാവ്, സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് കഴിക്കുമ്പോ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതുപോലെ കഴിക്കുക. നല്ല അടിപൊളി തന്നെയായിരിക്കും. ഹായ്, ആദ്യം തന്നെ നിംഷാസ് കിച്ചന്റെ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു പുതുവർഷം തന്നെ ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഒരു മധുരം തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇൻസ്റ്റാഗ്രാമില് ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഐസ്ക്രീം കൊണ്ടും പുട്ടുണ്ടാക്കാന്ന് തെളിയിച്ചു കേട്ടോ. അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുള്ളൂ. ഒരു 4-5 ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പൊ ഞാൻ ഐസ്ക്രീം തയ്യാറാക്കുന്ന റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഒരുപാട് ഫ്ലേവേഴ്സ് ഐസ്ക്രീമുകളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടു നോക്കുക. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറൽ ആയിട്ടുള്ള ഐസ്ക്രീം പുട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് വൈറൽ ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നട്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. കാഷ്നട്ടോ പിസ്തയോ അല്ലെങ്കിൽ 3 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതുള്ളൂ. പിന്നെ 2 കളർ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൾഡൻ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്കോ ചിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനെടുത്ത എല്ലാ ഐറ്റംസും എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അത് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ ഇത് മാറ്റി വയ്ക്കാൻ ഞാൻ ഇതും ഓരോന്നും 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അതായത് 125 ml കപ്പിൽ കേട്ടോ. അപ്പൊ ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് ഈ ഒരു പുട്ട് ഐസ്ക്രീമില് നാളികേരം ചേർക്കൂലോ, അതിന് പകരം ചേർക്കണത് ഈ ഒരു നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കണത്. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു പുട്ട് ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുറത്തൊന്നും പോയി കഴിക്കേണ്ടാവുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ മറന്നുപോയി. കോൺഫ്ലേക്സ് വേണം നമുക്ക് ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലേക്സിന് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 1/2 കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ ചേർക്കണത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ കോൺഫ്ലേക്സ്. ഞാനിപ്പോ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മാറ്റി വെക്കിയത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം ഐസ്ക്രീംസ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ 4 ഫ്ലേവർ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് ഐസ്ക്രീം, പിന്നെ മാംഗോ ഐസ്ക്രീം, അതുപോലെ സ്ട്രോബെറി ഐസ്ക്രീം. അപ്പൊ ഇതെല്ലാം ഹോം മെയ്ഡ് ഐസ്ക്രീം ആണ് കേട്ടോ. അപ്പൊ ഐസ്ക്രീം ഒക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോബെറി ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം, വാനില ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. 2-3 ഫ്ലേവേഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കൂടുതൽ ഫ്ലേവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോ ഈ ഒരു 4 ഫ്ലേവറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിസ്ത ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പൊ പല കളേഴ്സ് ആകുമ്പോൾ കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വരും കേട്ടത്. നമുക്ക് ഏത് ഫ്ലേവർ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പൊ ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കണേന്ന് നോക്കാം. ഞാനിവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. പുട്ടുകുറ്റി ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തോട്ട് പോകില്ലേ. ഇനി ഈ പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് നാളികേരം ചേർക്കില്ല. അതിന് പകരമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർക്കണത്. ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഐസ്ക്രീം നമുക്ക് ഇതുപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ വാനില ഐസ്ക്രീമാണ് ഇതിലേക്ക് ചേർക്കണത്. അപ്പൊ നന്നായിട്ട് സെറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ആയിരിക്കും കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. അല്ലെങ്കിൽ ഇതിന്റെ ചില്ലിന്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് പോവും. അപ്പൊ ഐസ്ക്രീം കുറച്ച് ചേർക്കാം. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചാല് ഒരു തവി ഉണ്ടല്ലോ, തവിയുടെ ബാക്ക് ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇത് എന്തിനാ ചെയ്യണേന്ന് വെച്ചാല് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കില്ല. എല്ലാവരുടെയും ഒരുപോലെ ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വാനില ഫ്ലേവർ ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ.
അതിനുശേഷം ഇതുപോലെ ഞാൻ ഒന്നും കൂടി ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി ടെക്സ്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം സ്ട്രോബെറി ഐസ്ക്രീം. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് മാംഗോ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാം കുറേശ്ശെയാണ് തയ്യാറാക്കിയിട്ടുള്ളൂ, ഒരുപാട് അളവിലൊന്നും തയ്യാറാക്കിയിട്ടില്ല. അതിനുശേഷം ഇതും ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ആയ കാരണം മെൽറ്റ് ആയിട്ട് മാറും. ഇനി വീണ്ടും ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവസാനം നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ 4 ഫ്ലേവർ ആയല്ലോ. ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വാനില ഐസ്ക്രീമാണ് കുറച്ചിട്ട് കൊടുക്കുന്നത് അവസാനം. അപ്പൊ ആദ്യം അവസാനം ഞാൻ വാനില ഐസ്ക്രീമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, ഇതിന്റെ അടിയിലൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാത്തിനും നല്ല തണുപ്പുണ്ടല്ലോ. നമ്മൾ പുട്ടുകുറ്റും കുറച്ച് സമയം ഒന്ന് എന്താ പറയാ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരുന്നു. ഇനി ഒന്നില്ലെങ്കിൽ ഇതിന്റെ അടപ്പ് വെച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ താഴെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. കാരണം ഫ്രീസറിൽ ഇപ്പോൾ വേറെ പല ഐറ്റംസ് നമ്മൾ വെച്ചിട്ടുണ്ടാവല്ലോ, അപ്പൊ ഒന്നിന്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷോ ചിക്കനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ലൊക്കെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുപോലെ ഇതിന്റെ മുകൾ ഭാഗവും ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് സെറ്റ് ആവണം. സെറ്റ് ആയതിനു ശേഷം മാത്രം അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇതിപ്പോ ഫ്രീസറിൽ വെച്ച് കൊടുക്കട്ടെ. എന്തായാലും ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും ഇത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മളിത് ഓൾറെഡി സെറ്റായ ഐസ്ക്രീം തന്നെയാണല്ലോ, അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ ഇനി ഇത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇനി ഇതിപ്പോ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ അടപ്പ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീസറിൽ കൊള്ളില്ല. ഇതിപ്പോ പെർഫെക്റ്റ് ആണ് കേട്ടോ. അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു കേട്ടാ. നമുക്ക് പുട്ട് ഐസ്ക്രീം അൺമോൾഡ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് പരത്തിയിടുക കേട്ടോ. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പുട്ട് ഐസ്ക്രീം അൺമോൾഡ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഒക്കെ നമുക്ക് മാറ്റാം കേട്ടോ. കണ്ടില്ലേ, ഇതില് അങ്ങനെ വന്നിട്ടൊന്നുമില്ല, ആകെ 2 ഡ്രോപ്പ് മാത്രമാണ് ഇതിൽ വീണിട്ടുള്ളൂ. ഇതും മാറ്റാം. അതിനുശേഷം ഇതൊന്ന് നമുക്ക് അൺമോൾഡ് ചെയ്യാം. ഞാനിപ്പോ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കുത്തി കൊടുക്കണത്. നോക്കാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുമോ എങ്ങനെയാന്ന്. കറക്റ്റ് ആയാൽ മതിയായിരുന്നു. സെന്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. വാവ്, സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നു വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ ചില്ല് മാറ്റി കൊടുക്കാം. പതുക്കെ ചില്ല് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചില്ല് പതുക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യാൻ പോണത് കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നു. ആക്ച്വലി ഇത് പുട്ടിന്റെ ചില്ലല്ല, എന്റെ പുട്ടിന്റെ ഈ പുട്ടുകുറ്റിയുടെ ചില്ല് മിസ്സിംഗ് ആണ്. അപ്പൊ ഞാൻ മുറുക്കുണ്ടാക്കുന്ന ആ ഒരു ചില്ലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പൊ കണ്ടോ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ചോക്ലേറ്റ് സിറപ്പോ സ്ട്രോബെറി സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാലും മതി. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പി തന്നെയാണ്. ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോ ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത്. അപ്പൊ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു വൈറലായിട്ടുള്ള പുട്ട് ഐസ്ക്രീം തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കണ്ടില്ലേ? അപ്പൊ ഇത് കഴിക്കുമ്പോൾ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതുപോലെ കഴിക്കുക. നല്ല അടിപൊളി തന്നെയായിരിക്കും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിമിഷാസ് കിച്ചൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.